ദേശീയ ഗണിത ദിനത്തോടനുബന്ധിച്ച് മാധവ ഗണിത കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാടപ്പള്ളി ക്ഷേത്രത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. സംഗമ മാധവന്റെ ജന്മദേശം അന്താരാഷ്ട്ര ഗണിത ഗവേഷണ കേന്ദ്രമായി ഉയരണമെന്നും അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. ചടങ്ങിന്റെ ഭാഗമായി ഇരിങ്ങാടപ്പള്ളി മനയിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സംരക്ഷിച്ചു പോരുന്ന മാധവശിലയിലും ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പുഷ്പാർച്ചനയും നടത്തി. ആധുനിക ഗണിതത്തിന്റെ ഉപജ്ഞാതാവെന്ന് ലോകമംഗീകരിച്ച സംഗമഗ്രാമ മാധവൻ ജന്മം കൊണ്ടത് ഇരിങ്ങാലക്കുടയിലെ ഇരിങ്ങാടപ്പള്ളി മനയിലാണ്. ദേശീയ ഗണിത ദിനത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായി ഇരിങ്ങാടപ്പള്ളി മനയിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സംരക്ഷിച്ചു പോരുന്ന മാധവശിലയിലും പുഷ്പാർച്ചന നടത്തി. സംഗമ മാധവന്റെ ജന്മദേശം അന്താരാഷ്ട്ര ഗണിത ഗവേഷണ കേന്ദ്രമായി ഉയരേണ്ടതുണ്ടെന്നും അത് കേരളം തിരിച്ചറിയേണ്ടതുണ്ടെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. ഭാരതത്തിന് കേരളം നൽകിയ മഹാപണ്ഡിതനായ സംഗമ ഗ്രാമ മാധവൻ്റെ ഈ കേന്ദ്രം കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രമായി മാറേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. മാധവന്റെ ഗണിത ഗവേഷണത്തിന്റെ ഭാഗമായി ഇരിങ്ങാടപ്പള്ളിയിൽ അവശേഷിക്കുന്നത് വാനനിരീക്ഷണത്തിനായി ഉപയോഗിച്ച ശിലാപാളികളാണ്. മാധവന്റെ ഓർമ്മകളുള്ള ഗ്രാമത്തിലേക്ക് അതിനെ അനുഭവിച്ചറിയാൻ നിരവധി പ്രമുഖരാണ് എത്തിച്ചേരുന്നതെന്ന് മാധവ ഗണിത കേന്ദ്രം ഡയറക്ടറും ശിക്ഷ ഉദ്ധാന്യാസ് ദേശീയ സഹ സംയോജകനുമായ വിനോദ് പറഞ്ഞു. മാധവനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉള്ള ഈ ഗ്രാമത്തിലേക്ക് കഴിഞ്ഞ ഒരു വർഷം നോക്കുകയാണെങ്കിൽ നിരവധി പ്രമുഖ വ്യക്തികൾ മാധവനെ തേടി എത്തിയിട്ടുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കാൻ ശ്രമിച്ചതാണ് ഇരിങ്ങാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. ആക്രമണത്തിൻ്റെ മുറിപ്പാടുകൾ ഇന്നും ക്ഷേത്രത്തിൽ അവശേഷിക്കുന്നുണ്ട്. ഈ കാണുന്ന ദ്വാസ്തന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ ഈ ഓവൊക്കെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ആക്രമിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയും ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിന്. അനുസ്മരണ ചടങ്ങിനിടെ എറണാകുളം പരമഭട്ടാര കേന്ദ്രീയ വിദ്യാലയം തയ്യാറാക്കിയ മാധവനെക്കുറിച്ചുള്ള ഹ്രസ്വചിത്രം ചെമ്മണ്ട സംസ്കൃതം ഗുരുകുലം ഡയറക്ടർ ഡോക്ടർ P. നന്ദകുമാർ പ്രകാശനം ചെയ്തു. നാടിന്റെ സാംസ്കാരിക പൈതൃകങ്ങളെ മുഴുവൻ പുനഃസൃഷ്ടിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്നും അതിന് എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാകണമെന്നും ചടങ്ങിൽ സംസാരിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രാന്തകാര്യവാഹ് ശ്രീ PN ഈശ്വരൻ പറഞ്ഞു. വിദ്യാഭ്യാസ വികാസ കേന്ദ്രം സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ NC ഇന്ദുചൂടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിനോദ് മാധവ അനുസ്മരണ പ്രഭാഷണം നടത്തി. EK വിനോദ് വാര്യർ, PC സുഭാഷ്, ഡോക്ടർ വന്ദന എന്നിവരും അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചു. ജനം, തൃശൂർ.